ഞാൻ ഡോക്ടർ പി അബ്ദുൽ നസീർ, കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, മിഡ് ടൗൺ മെഡിക്കൽ സെൻറ്റർ ആലുവ. കേരളം ഇന്ന് ലോകത്തിൻ്റെ തന്നെ ഡയബറ്റിക് ക്യാപിറ്റൽ അഥവാ പ്രമേഹ തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രമേഹത്തെക്കുറിച്ച്, അതിൻ്റെ ചികിത്സയുടെ പ്രാധാന്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ചികിത്സിക്കാതിരുന്നാൽ വരുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ചുമാണ് ഞാൻ പ്രധാനമായിട്ടും പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന പ്രമേഹത്തിൽ ഭൂരിഭാഗവും ടൈപ്പ് 2 പ്രമേഹമാണ്. ടൈപ്പ് 1 പ്രമേഹം, ടൈപ്പ് 2 പ്രമേഹം, പിന്നെ ഗർഭാവസ്ഥയിലുള്ള പ്രമേഹം, പിന്നെ വളരെ പാൻക്രിയാസിൻ്റെ അസുഖങ്ങൾ കൊണ്ടുവരുന്ന ചെറിയ രീതിയിലുള്ള പ്രമേഹം. അതെല്ലാം പലതരമുണ്ടെങ്കിലും 97% ടൈപ്പ് 2 പ്രമേഹമാണ്. ഇതൊരു ജീവിതശൈലി രോഗമാണ്. ടൈപ്പ് 1 പ്രമേഹം ഇൻസുലിൻ്റെ അഭാവത്തിൽ വരുന്നതായതുകൊണ്ട് പൂർണ്ണമായും ഇൻസുലിൻ ചികിത്സയെ സാധ്യമാവുകയുള്ളൂ. മറ്റ് ചികിത്സകളൊന്നും ഇവിടെ ഫലപ്രദമല്ല. ഞാൻ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് മുഖ്യമായും ഈ ടൈപ്പ് 2 പ്രമേഹത്തെക്കുറിച്ചാണ്. ഇത് ചികിത്സിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ, ചികിത്സ ലഭിക്കാതെ വന്നാൽ ഒരു 5 കൊല്ലം പിന്നിട്ട ശേഷം നിങ്ങൾക്കിതിൻ്റെ കോംപ്ലിക്കേഷൻസ് അഥവാ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നതാണ്. അത് പ്രധാനമായിട്ടും നമ്മളുടെ രക്തക്കുഴലുകളെ ബാധിക്കുന്നതാണ്. അതായത് 2 തരമാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് പ്രധാനമായും ഉണ്ടാകുന്നത്. ഒന്ന്, ചെറിയ രക്തക്കുഴലുകളെ ബാധിക്കുന്ന മൈക്രോവാസ്കുലർ ഡിസീസ് എന്ന് പറയുന്ന അസുഖങ്ങളും, അതുപോലെ തന്നെ വലിയ രക്തക്കുഴലുകളെ ബാധിക്കുന്ന മാക്രോവാസ്കുലർ ഡിസീസ് ആണ് പ്രമേഹം കൊണ്ട് ഉണ്ടാകുന്നത്. പ്രധാനമായും ചികിത്സ ലഭിക്കാത്തവർക്കാണ് ഇത് കണ്ടുവരുന്നത്. മൈക്രോവാസ്കുലർ ഡിസീസ് എന്ന് പറഞ്ഞാൽ അത് ചെറിയ രക്തക്കുഴലുകളെ ബാധിക്കുന്നു. പ്രധാനമായിട്ടും കണ്ണിൻ്റെ റെറ്റിനയെ ബാധിച്ച് കാഴ്ചയെ ബാധിക്കും. പിന്നെ നമ്മുടെ വൃക്കകളെ ബാധിച്ച് കിഡ്നിയെ ബാധിക്കും. അതുപോലെ തന്നെ ഞരമ്പുകളെ ബാധിച്ച് ന്യൂറോപ്പതി അഥവാ ഞരമ്പിന് ബാധിക്കുന്ന പ്രമേഹമായി മാറുകയും ചെയ്യും. അതേസമയം വലിയ രക്തക്കുഴലുകളെ ബാധിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിനെ ബാധിച്ച് പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹൃദയധമനികളെ ബാധിച്ച് ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കാലിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞ് നമ്മുടെ കാലുകൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം ഞാൻ പറയുന്നത് പ്രമേഹ ചികിത്സ വളരെ പ്രധാനപ്പെട്ടതാണെന്നും അത് ഇങ്ങനെ ഉപേക്ഷ വിചാരിച്ച് ചികിത്സിക്കാതിരിക്കുകയും ഊഹാപോഹങ്ങളിൽ പെട്ട് ഈ മരുന്നുകൾക്ക് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് വിശ്വസിച്ചു പലരും ചികിത്സ മുടക്കുന്നത് ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞു വരുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ചികിത്സയിൽ ചെയ്യേണ്ടത് 3 തരം ചികിത്സയാണുള്ളത്. ഒന്ന്, ഭക്ഷണ നിയന്ത്രണം. അതായത് ഓരോരുത്തരുടെയും ഭക്ഷണ രീതി അനുസരിച്ച് നമ്മൾ ഡയറ്റ് ഫോർമുലേറ്റ് ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. രണ്ടാമത്, വ്യായാമം. അരമണിക്കൂറെങ്കിലും ഒരു ദിവസം വ്യായാമം ചെയ്യണം. ഇത് രണ്ടും ഫലപ്രദമല്ലാതെ വരുന്ന, അതിൻ്റെ മുകളിലേക്ക് ഷുഗർ വരികയാണെങ്കിൽ മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സയും വേണ്ടിവരും. ഇത് ഓരോരുത്തരുടെയും ജീവിത രീതിയും അവരുടെ ഭക്ഷണ രീതിയും വ്യായാമ രീതിയും ഇതൊക്കെ നോക്കിയിട്ട്, അതായത് ഓരോ വ്യക്തിക്കും അനുയോജ്യമായ ചികിത്സ നൽകേണ്ടിയിരിക്കുന്നു. ഈ ചികിത്സകളെല്ലാം ഇന്നിപ്പോൾ ആധുനിക മരുന്നുകളെല്ലാം ലഭ്യമാണ്. അതുകൊണ്ട് ടൈപ്പ് 2 പ്രമേഹം മിക്കവാറും ഈ ഭക്ഷണ നിയന്ത്രണവും വ്യായാമവും മരുന്നുകളും കൊണ്ട് ചികിത്സ ഭേദപ്പെടുത്താവുന്നതാണ്. പിന്നെ വളരെ ചുരുക്കം കേസുകളിൽ മാത്രം നമുക്ക് ഇൻസുലിൻ സപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരുന്നതാണ്. അത് കുറച്ച് പഴക്കം ചെന്ന പ്രമേഹങ്ങളിലാണ് മിക്കവാറും ഇൻസുലിൻ സപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ ഈ നമ്മൾക്ക് ചെറിയ ടാർജറ്റ്സ് ഉണ്ട് ഗ്ലൂക്കോസിന്. രക്തത്തിലെ പഞ്ചസാര ചികിത്സ മൂലം നാം ആഹാരം കഴിക്കുന്നതിന് മുമ്പ് 110 മില്ലിഗ്രാമായും ഭക്ഷണത്തിന് ശേഷം 160 മില്ലിഗ്രാമായും, അതുപോലെ 3 മാസത്തെ ആവറേജ് HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് 6.5 മുതൽ 7 വരെയായും
നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ്. പ്രധാനമായിട്ടും രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ഫാസ്റ്റിങ്ങിൽ 110 മില്ലിഗ്രാമായും അതുപോലെ തന്നെ ഭക്ഷണത്തിന് ശേഷം 160 മില്ലിഗ്രാമായും അതുപോലെ തന്നെ 3 മാസത്തെ ആവറേജ് HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് 6.5 മുതൽ 7% നിജപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇത് ഈ പ്രകാരം ഇവ നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിലാണ് നാം മുമ്പ് പറഞ്ഞ ഈ കോംപ്ലിക്കേഷൻസിലേക്ക് നാം എത്തിപ്പെടുന്നത്. അപ്പോൾ കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനും ആരോഗ്യപൂർണമായൊരു ജീവിതം മുന്നോട്ട് നയിക്കാനും എപ്പോഴും ഇത് അത്യാവശ്യമാണ്. ചികിത്സയിൽ അതുപോലെ തന്നെ വ്യക്തിയുടെ ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും ചികിത്സിച്ച് നിർത്തേണ്ടതാണ്. മിക്കവാറും 40 വയസ്സിന് മുകളിലുള്ള പ്രമേഹ രോഗികൾക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്നും നോർമലാണെങ്കിൽ കൊടുക്കാമെന്നാണ് ഗൈഡ് ലൈൻസ് പറയുന്നത്. അപ്പോൾ ആരോഗ്യപൂർണമായ ഒരു ജീവിതം നയിക്കുവാനായി പ്രമേഹം എത്രയും വേഗം വിദഗ്ധ ചികിത്സ നേടി അത് കണ്ടെത്തി ബ്ലഡ് ടെസ്റ്റും മറ്റ് ടെസ്റ്റുകൾ ആവശ്യമുള്ള എല്ലാ പരിശോധനകളും നടത്തി കൃത്യമായ ചികിത്സ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നും എല്ലാവർക്കും ആരോഗ്യപൂർണമായ ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.